മൊബൈൽ എടുത്ത് നോക്കുമ്പോൾ മുസ്ലിം പെൺകുട്ടി ആ മുസ്ലിമിന്റെ കൂടെ കല്യാണത്തിന്റെ തലേന്ന് ഒളിച്ചോടി പോയി തലയിൽ തുണിയിട്ടുണ്ടാ നിൽക്കുന്നത്. ഞാനാണെങ്കിൽ ഈ അടുത്ത് ഒരു അമുസ്ലിമായ ഒരു പയ്യനുമായിട്ട് പ്രണയിക്കുന്ന ഒരു പെൺകുട്ടിയെ ഉമ്മ എന്നോട് പറഞ്ഞു, എൻ്റെ പൊന്നുസ്താദ് ഇതിനെ ഒന്ന് ഉപദേശിക്കാൻ. അപ്പം ഞാനിങ്ങനെ ആ പെൺകുട്ടിയോട് ചോദിച്ചു, മോളെ എന്താ ഇങ്ങനെ, നീ എന്തായി കാണിക്കണം? ഇല്ല ഉസ്താദെ, എനിക്ക് അവനെ ഒഴിവാക്കാൻ പറ്റത്തില്ല, ഞാൻ അവൻ്റെ കൂടെ പോകും, അവൻ അവൻ്റെ മതമനുസരിച്ച് ജീവിക്കും, ഞാൻ എൻ്റെ മതമനുസരിച്ച് ജീവിക്കും. നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ, ആ പെണ്ണ് പറയുന്ന അവൻ ഹിന്ദുവാ, ഹൈന്ദവ വിശ്വാസി, അവൻ അവൻ്റെ വിശ്വാസത്തിൽ ജീവിക്കും, ഞാൻ എൻ്റെ വിശ്വാസത്തിൽ ജീവിക്കും. ഇതാണ് ഇന്നത്തെ കുട്ടികൾ. അവർക്ക് അറിയാഞ്ഞിട്ടല്ല, എല്ലാം അറിയാം, മരണവും ഖബറും നരകവും എല്ലാം അറിയാം, എന്നിട്ട് നന്നാകുന്നില്ല. എത്ര ഉപദേശിച്ചിട്ടും കേറണില്ല. ഞാനിത് ചോദിച്ചത് നാട്ടിൽ വെച്ചായിരുന്നു, എനിക്ക് വിഷമമില്ല, ചോദിച്ചത് നല്ല ഒരു സ്ഥലത്ത് വെച്ചായിരുന്നു. അള്ളാഹു പൊന്നുമോളെ നന്നാക്കി കൊടുക്കുമാറാകട്ടെ. ചോദിച്ച സ്ഥലം പോലും പുണ്യഭൂമിയായിരുന്നു, അതാ മനസ്സിലാക്കണ്ടേ. അപ്പൊ ഞാൻ ചോദിച്ചത്, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ, നിർത്തുകയാ. നന്നാകാത്തതിന്റെ കാരണം അല്ല പറയുന്നുണ്ട്. അള്ളാഹു പറയുകയാ, വമൻ അളിലമു മിമ്മൻ ദുകിറ ബിആയാതി റബ്ബി. എത്ര ഉപദേശം കേട്ടാലും നമ്മുടെ മക്കളും ബാപ്പയും ഉമ്മയും പ്രായമായവരും നന്നാകാത്തതിന്റെ കാരണം അല്ലാഹു പറയുകയാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ, ആ പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകൾ കേൾക്കുമ്പോ അതിന് കൊടുക്കേണ്ട സ്ഥാനം കൊടുക്കൂല, ആദരിക്കൂല, ബഹുമാനിക്കില്ല, പരിഗണിക്കില്ല, കളിയാക്കലാണ്, നിസാരമാക്കല. അല്ലാഹുവിന്റെ ഖുർആൻ ഓതിയിട്ട് ഉസ്താദന്മാരർത്ഥം പറയുമ്പോ നിങ്ങൾ പലരും പറയും പിരിക്കാനാണെന്ന്, ഇതൊക്കെ വെറുതെയാണെന്ന്. കളിയാക്കുന്നവരെ, ഖുർആനിനെ നീയൊക്കെ കളിയാക്കിയാൽ അല്ലാഹു തരുന്ന ശിക്ഷയാണ്. വഇൻ തദ്ഉഹും ഇലൽ ഹുദാ ഫലയഹ്തദൂ ഇദൻ അബദാ. ഒരിക്കലും നന്നാകില്ലടോ, ഒരിക്കലും നന്നാകില്ല, ഒരിക്കലും നന്നാകില്ല. അവരുടെ ഹൃദയത്തിന്റെ അകത്ത് ഹിദായത്തിന്റെ വെളിച്ചം കേറൂല, അവരുടെ ഹൃദയത്തിലേക്ക് ഈമാനിന്റെ പ്രകാശം കേറൂല. സിറാജല്ല പറയുന്നത് അല്ലാഹുവാട്. വൈന തദൂഹും ഇലൽ ഹുദാ ഫലയഹ്തദൂ ഇദൻ അബദാ. നീ ചോദിക്കുന്നല്ലോ, ഉസ്താദേ ഉമ്മയായ ഞാൻ കരയുകയാണ്, എൻ്റെ മകള് മാറുന്നില്ല, അവള് തല്ലുന്നു ഉസ്താദേ, എൻ്റെ മകന് കഞ്ചാവടിച്ചിട്ട് എന്നെ തല്ലാൻ വരികയാണ്, എൻ്റെ ഉപ്പ പടച്ചവനെ സ്വന്തം ഉപ്പയെ തല്ലുന്നു, എന്തെല്ലാം പറഞ്ഞിട്ടും ഇവൻ നന്നാകുന്നില്ല. എന്തേ നന്നാകാത്തത്? നിന്റെ മോള് കേൾക്കുന്നില്ല ഉമ്മ, നീ പറയുന്നത് കേൾക്കുന്നില്ല, നീ പറയുന്നത് കേൾക്കുന്നില്ല. കേട്ടാലല്ലേ അവര് നന്നാകൂ. ഫലമ്മാ സാഗൂ അസാ അല്ലാഹു ഖുലൂബഹും വഇദ ഖാല മൂസാ ലിഖൗമിഹി യാ ഖൗമി ലിമ തുഊദൂനനി വഖദ് തഅലമൂന അന്നി റസൂലുള്ളാഹി ഇലൈക്കും ഫലമ്മാ സാഗൂ അസാ അല്ലാഹു ഖുലൂബഹും വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ. ചെവി അല്ലാഹു അടച്ചു വെച്ചിരിക്കുകയാ. അല്ലാഹു ചിലരുടെ ചെവി അടച്ചു വെച്ചിരിക്കുകയാണ്, ഹൃദയം സീല് വെച്ചിരിക്കുകയാണ്, ഹൃദയം സീല് വെച്ചിരിക്കുകയാണ്. കള്ളു കുടിച്ചതിന്റെ പേരിലല്ല, വ്യഭിചരിച്ചതിന്റെ പേരിലല്ല, ശിർക്ക് ചെയ്തതിന്റെ പേരിലല്ല, നിസ്കരിക്കാത്തതിന്റെ പേരിലല്ല, അല്ലാഹനെ മറന്ന് നടന്നതിന്റെ പേരിലല്ല, അല്ലാഹുവിന്റെ കലാമ് കേട്ടിട്ട് പരിഗണിക്കാത്ത ഒറ്റ കാരണത്തിന്റെ പേരിലാ. അള്ളാന്റെ ഖുർആൻ, ആ ഖുർആനിനെ പരിഗണിക്കാത്തതിന്റെ പേരിൽ അള്ളാഹു കൊടുത്ത ശിക്ഷയാണ്. അതുകൊണ്ട് പേടിക്കണേ മുസ്ലിമേ. അല്ല എഴുതി തെള്ളിയാ നിന്റെ കാര്യം പോക്കാ, അല്ല എഴുതി തെള്ളിയാ പെങ്ങളെ പിന്നെ ഒരു കാലത്തും നന്നാക്കാൻ ആരെ കൊണ്ടും കഴിയില്ല. അതുകൊണ്ട് ഭയപ്പെടണേ, പേടിക്കണേ. അതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, ഖുർആൻ
ഖുർആൻ ഇറങ്ങിയ മാസമാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ ഖുർആൻ ഖത്തമൂദിയ മാസമാണ്, ഖത്തം തീർത്ത മാസമാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ പാരായണം ചെയ്തോ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എത്രത്തോളം പാരായണം ചെയ്യാൻ കഴിയുമോ അത്രത്തോളം പാരായണം ചെയ്യണേ. അല്ലാഹുവിന്റെ ഖുർആൻ പഠിച്ചവനെ ഇമാം ശാഫി റളിയല്ലാഹു തആല അൻഹു നമ്മുടെ ഇമാമാണല്ലോ. ഇമാം ശാഫി റളിയല്ലാഹു തആല അൻഹു പഠിച്ചവനെ അവിടെന്ന് പറയുകയാണ്, മഹാനായ കാന മുഹമ്മദ് ഇബ്നു ഇദ്രീസ് ശാഫിഈ ഫീ ശഹ്രി റമളാൻ 60 ഖതമാ മിൻഹാ ശൈഇൻ ഇല്ലാ ഫിസ്സലാ. ഇമാം ശാഫി റളിയല്ലാഹു തആല അൻഹു 60 ഖത്തമാണ് റമളാനിൽ തീർത്തത്. ഇമാം ശാഫി റളിയല്ലാഹു തആല അൻഹു മഹാനവറുകൾ റമളാൻ മാസത്തിൽ 10 ഖത്തമാണ് തീർത്തത്. പടച്ചവനെ ഇമാം സുഫിയാൻ സൗരി മഹാനവറുകൾ പരിശുദ്ധമായ റമളാൻ പടച്ചവനെ അവിടുന്ന് പടച്ചവനെ അവിടുന്ന് ഖത്തമോദിയതായി ഖുർആൻ പാരായണം ചെയ്തതായി അവിടുന്ന് ചരിത്രം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള് 3 രാത്രികൾ ഒരിക്കൽ അവിടുന്ന് ഖത്തം തീർക്കുമായിരുന്നു. അതാ പടച്ചവനെ ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു തആല അൻഹു ഒരു രാത്രിയിൽ ഒരു ഖത്തമോദിയ മഹാനാ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ 60 ഖത്തം തീർക്കാൻ പറയുന്നില്ല. പരിശുദ്ധമായ റമളാനിൽ അല്ലാഹുവേ 30 ദിവസം കൊണ്ട് ഒരു ഖത്തമെങ്കിലും ഓതി തീർക്കാൻ നമ്മളെ കൊണ്ട് കഴിഞ്ഞില്ലെങ്കിൽ നമ്മൾ വല്ലാത്ത നഷ്ടവാളികളാണ്. ഒരു ദിവസം 5 വഖത്ത് നമസ്കാരമുണ്ടല്ലോ. ഓരോ വഖത്ത് നമസ്കാരം കഴിയുമ്പോഴും 3 പേജ് മതിയടാ മോനെ. 3 പേജ് വെച്ച് പാരായണം ചെയ്ത 12 പേജുണ്ടല്ലോ. ഒരു ദിവസം നിനക്ക് ഒരു ജുസ് ഓതാമല്ലോ. പടച്ചവനെ 30 ദിവസം കൊണ്ട് ഒരു ഖത്തം തീർക്കാമല്ലോ. ഇനി 20 ദിവസമുണ്ടല്ലോ. ഇനി പുണ്യമുള്ള ദിവസങ്ങൾ വരികയല്ലേ. അതുകൊണ്ട് സഹോദരാ സഹോദരി പടച്ചവനെ നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിഞ്ഞാൽ, നമ്മൾ പാരായണം ചെയ്യാൻ കഴിഞ്ഞാൽ ഒരു ഹർഫിന് 10 പ്രതിഫലമാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അലിഫ് ലാം മീം, അലിഫ് ലാം മീം 3 അക്ഷരമാണ് 30 പ്രതിഫലം. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിന്റെ 114 സൂറത്തുകൾ 6600 പരമ്പരന്ന ആയത്തുകൾ എത്ര പ്രതിഫലം നേടാ പെങ്ങള്. അതുകൊണ്ട് ഖുർആൻ ഇറങ്ങിയ മാസമാണ്. പാരായണം ചെയ്തോ, ഖുർആനിലേക്ക് മടങ്ങിക്കോ. അതിലൂടെ നിനക്ക് രക്ഷയാണ്, അതിലൂടെ നിനക്ക് സമാധാനമാണ്, അതിലൂടെ നിനക്ക് സംരക്ഷണമാണ്, അതിലൂടെ നിനക്ക് സന്തോഷമുള്ള ജീവിതമാണ്. ഖുർആൻ പാരായണം ചെയ്യുന്നതിലൂടെ നിനക്ക് അല്ലാഹു നല്ല മരണം തരികയാണ്. നിന്റെ പാപം പൊറുക്കാൻ അത് കാരണമാവുകയാണ്. അതുകൊണ്ട് ഖുർആനിലേക്ക് മടങ്ങിക്കോ. അല്ലാഹുവേ ഖുർആനിന്റെ തണലിൽ ഞങ്ങളെ സ്വർഗ്ഗത്തിലെത്തിക്കണേ അല്ലാഹ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ഉമ്മമാര് വല്ലാതെ ഭയപ്പെടണം. കാരണം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് മക്കള് മാതാപിതാക്കളെ കൊല്ലാൻ തിരഞ്ഞെടുക്കുന്ന കാലം. വല്ലാതെ ഭയപ്പെടുത്തുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പുതിയ തലമുറ എങ്ങോട്ടാണ് സഞ്ചരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ തലമുറയ്ക്ക് മരണവും ഖബറും നരകവും പരലോകവും മസറയൊന്നും വിശ്വാസമില്ലാതെ പോകുന്ന ഒരു കാലഘട്ടം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഇരിക്കുന്ന നമുക്ക് മരണവും ഖബറും പരലോകമെല്ലാം അള്ളാഹുവിന്റെ മുമ്പിൽ കടന്നു പോകേണ്ടവരാണെന്നുള്ള ഒരു വിശ്വാസം നമുക്കുണ്ട്. എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ, കള്ളും കഞ്ചാവും ലഹരിയും മയക്കുമരുന്നും അതിനൊക്കപ്പുറം നമ്മൾ വല്ലാതെ ഭയപ്പെടേണ്ട ഒരു കാര്യമുണ്ട്. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ, ആ അടിസ്ഥാനമായ ശിലകളായ കാര്യങ്ങളെ കുറിച്ച് നബി തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, മനുഷ്യനാ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ഉറൽ ഇസ്ലാമു വഖവാഇദുദ്ദീൻ സലാസതു അലൈഹിന്ന
ഉസ്സിസൽ ഇസ്ലാം മൻ തറക മിൻഹുന്ന വാഹിദൻ ഫഹുവ ബിഹാ കാഫിറുൻ ഹലാലുദ്ദീൻ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇസ്ലാമിന്റെ അടിസ്ഥാന ശിലകളുണ്ടല്ലോ, അത് 3 കാര്യങ്ങളാണ്. ആ 3 കാര്യങ്ങളിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു പോയാൽ, ആ 3 കാര്യങ്ങളെ നിസാരമാക്കി കഴിഞ്ഞാൽ പടച്ചവനെ അവനതാ കാഫിറായി പോവുകയാണ്, ഇസ്ലാമിന്റെ പുറത്തായി പോവുകയാണ്. ആ 3 കാര്യങ്ങൾ നബി തങ്ങൾ എണ്ണി പറയുകയാ. ഒന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ? ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ ശിലകളെ കുറിച്ച് എണ്ണി പറയുമ്പോ നബി തങ്ങൾ എണ്ണി പറഞ്ഞ 3 കാര്യങ്ങളാണ്. ഇതിൽ വിശ്വാസം നഷ്ടപ്പെട്ടു പോയാൽ, ഇതിനെ നിസാരമാക്കി കളഞ്ഞാൽ അവന് കുഫറിലേക്ക് പോവുകയാണ്. അതിലെ ഒന്നാമത്തെ കാര്യം അല്ലാഹുവിൽ വിശ്വാസമില്ലാതെ വരിക. അല്ലാഹുവിനെ വിശ്വാസമില്ലാതെ വരിക. പടച്ചവനെ ആരാധനയ്ക്കിറങ്ങാൻ അല്ലാഹുവല്ലാതെ മറ്റൊരു ഇലാഹില്ല. പടച്ചവനെ ആ അല്ലാഹുവിൽ വിശ്വാസമില്ലാതെ വന്ന അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോവുകയാണ്. എന്നിട്ട് നബി തങ്ങൾ പറയുന്നു, വസ്സലാത്തുൽ മഖ്തൂബ, 5 വഖത്ത് നമസ്കാരം, 5 വഖത്ത് നമസ്കാരം. പടച്ചവനെ മൂന്നാമതായിട്ട് നബി തങ്ങൾ പറയുന്നു, വസൗമു റമളാൻ മാസത്തിലെ നോമ്പുണ്ടല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ യുവതലമുറ പറയുകയാണ്, നിസ്കാരം നമുക്കുള്ളതല്ല, അത് പ്രായമുള്ളവർക്കാണ്, അത് ഉസ്താദന്മാർക്കുള്ളതാണ്. നമ്മൾ പടച്ചവനെ നോമ്പ് പിടിച്ച് നടക്കേണ്ടവരല്ല, നിസ്കരിച്ച് നടക്കേണ്ടവരല്ല. ഇതൊക്കെ വെറുതെ പറയുന്നതാണ്. പടച്ചവനെ കളിയാക്കുന്ന രീതിയിൽ, പരിഹസിക്കുന്ന രീതിയിൽ നിസാരമായി പറയുകയാണ്. പടച്ചവനെ റമളാൻ മാസത്തിൽ 30 ദിവസം നോമ്പ് പിടിക്കാൻ സഹോദരാ പരിഹസിക്കുന്നവരില്ലേ, പരിഹസിക്കുന്നവരില്ലേ, നോമ്പ് പിടിക്കാതെ നടക്കുന്നവരില്ലേ? എന്റെ പ്രിയപ്പെട്ടവരെ, അതിനെ നിസാരമാക്കി കഴിഞ്ഞാൽ അവന് കുഫറിലേക്ക് മടങ്ങുമെന്ന് നബി തങ്ങൾ പഠിപ്പിക്കുമ്പോ എന്തിനാണ് ഞാനിത് പറഞ്ഞതെന്നറിയുമോ? ഇന്നത്തെ യുവതലമുറ കള്ളും കഞ്ചാവും മയക്കുമരുന്നിനപ്പുറം നമ്മൾ ഭയപ്പെടേണ്ട ഒരു വിഷയമുണ്ടോ? ഇന്നത്തെ യുവതലമുറയ്ക്ക് അല്ലാഹുവിനെ വിശ്വാസമില്ല, ദീനിന്റെ നിയമങ്ങളിൽ വിശ്വാസമില്ല, ശരീഅത്തിന്റെ നിയമങ്ങളിൽ വിശ്വാസമില്ല, മരണത്തിന് ശേഷമുള്ള ജീവിതത്തിൽ അവർക്ക് വിശ്വാസമില്ല. അവര് പറയുന്നത് ജീവിതം ആസ്വദിക്കാനുള്ളതാ, ജീവിതം സുഖിക്കാനുള്ളതാ, ഈ ജീവിക്കുന്ന കാലം അടിച്ചു പൊളിച്ച് ജീവിക്കാനുള്ളതാണ്. ഈ ഉസ്താദന്മാര് വിദ്യാഭ്യാസമില്ലാത്തവരോട് ഓരോന്നും പറഞ്ഞ് കെട്ടുകഥകൾ പറഞ്ഞ് അവരെ പറഞ്ഞ് ഭയപ്പെടുത്തുന്നത് പോലെ വിദ്യാഭ്യാസമുള്ള കഴിവുള്ള ഞങ്ങളോട് പറഞ്ഞ, എന്തിനാ ഉസ്താദേ ഇങ്ങനെ തെള്ളുന്നത്? സ്വർഗത്തെ കുറിച്ച് പറയുമ്പോ, ഖബറിനെ കുറിച്ച് പറയുമ്പോ, അല്ലാഹുവിന്റെ അദാബുകൾ കൊണ്ട് നിറച്ച ഭയാനകമായ നരകത്തെ കുറിച്ച് പറയുമ്പോ ഇന്നത്തെ യുവതലമുറ ചോദിക്കുകയാണ്, ഇന്ന് വിദ്യാഭ്യാസം കൂടിയ മക്കളോട്, മക്കളെ നിന്റെ വീട്ടിൽ അടുപ്പിനകത്ത് കത്തുന്ന തീയുണ്ടല്ലോ, അത് നരകത്തിലെ തീയുടെ 70% എന്ന് പറഞ്ഞുകൊടുത്ത ആ പറഞ്ഞവന്റെ മുഖത്ത് നോക്കുകയാ. അവർക്കൊരു പുച്ഛമാടോ, അതവർക്ക് നിസാരമാടോ? എന്റെ പ്രിയപ്പെട്ടവരെ, ഖബറിനകത്ത് കൊണ്ട് കുടിച്ചിട്ട് ദിവസങ്ങൾ കഴിഞ്ഞ 3 ദിവസം കഴിഞ്ഞ വയറ് പൊട്ടുമല്ലോ, കവള് പൊട്ടുമല്ലോ. അതാ പടച്ചവനെ, 1 മാസം കഴിഞ്ഞ ശരീരം മുഴുവനും മണ്ണിലേക്ക് അരിയുമല്ലോ. പിന്നെ എങ്ങനെയാണ് ഈ മനുഷ്യൻ എഴുന്നേറ്റ് വരുന്നത്? പടച്ചവനെ, നിങ്ങൾ പറയുന്നു സിറാജേ, സ്വർഗം അല്ലാഹു ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന്. ഈ സ്വർഗത്തിലെ ഒരു മരത്തിന്റെ വലുപ്പം പോലും, ഈ കാണുന്ന പ്രപഞ്ചം പടച്ചവനെ, സ്വർഗത്തിൽ അവസാനം കിടക്കുന്ന മനുഷ്യന് പോലും ദുനിയാവും ദുനിയാവിന്റെ 10 ഇരട്ടി വലുപ്പമുള്ള സ്വർഗമാണ്. സ്വർഗത്തിൽ അവസാനം പോകുന്ന മനുഷ്യൻ അല്ലാഹു കൊടുക്കുന്നതെങ്കിൽ ഇത്രയും വിശാലമായ സ്വർഗം ഈ ദുനിയാവിൽ എവിടെയായിരിക്കുന്നത്? ആകാശത്തിലാണോ, ഭൂമിയിലാണോ, കടലിനടിയിലാണോ? പടച്ചവനെ, എവിടെയാണ് അല്ലാഹു സ്വർഗം ഒരുക്കി വെച്ചിരിക്കുന്നത്? സിറാജേ, എവിടെയാ നരകമിരിക്കുന്നത്? നിങ്ങൾ പറയുന്ന എല്ലാവരെയും പിടിച്ചിടുന്ന നരകമുണ്ടല്ലോ, ആ നരകം
നരകം അല്ലാഹു സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നല്ലേ പറയുന്നത്. അത് എവിടെയാണെന്ന് കളിയാക്കുന്ന യുവത്വമേ, ഇന്ന് പലർക്കും വിശ്വാസമില്ലടോ. അല്ലാഹുവിന്റെ സ്വർഗ്ഗം അത്രയും വിശാലമാണ്, അല്ലാഹുവിന്റെ സ്വർഗ്ഗം അത്രയും വിശാലമാണ്. പടച്ചവനെ ലഹും ജന്നാത്തുൻ തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ. പാലരുവികളും തേനരുവികളും ഒഴുകുന്ന പടച്ച റബ്ബിന്റെ സ്വർഗ്ഗമുണ്ടല്ലോ. പഠിക്കണം ചെറുപ്പക്കാരാ, പെങ്ങളെ സ്വർഗ്ഗത്തെ കുറിച്ച് പഠിക്കണം പൊന്നുമോള്. അവിടെ എല്ലാവർക്കും 33 വയസ്സാണ്. അവിടെ എല്ലാവർക്കും അവിടെ പ്രായമുള്ളവരില്ല, കുട്ടികളില്ല, രോഗികളില്ല. എല്ലാവരും ഒരേ ഒരു പ്രായക്കാരാണ്. എല്ലാവരും 33 വയസ്സുകാരാണ്. അവരെ കറുത്തവരില്ല, ഇരുനിറമുള്ളവരില്ല, ഗ്ലാമർ കൂടിയവരില്ല. അവിടെ എല്ലാവർക്കും ഒരേ ഒരു ഗ്ലാമറാണ്. മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം ഈജിപ്തിലെ കൊട്ടാരത്തിലൂടെ യൂസുഫ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ നടന്നു പോയപ്പോ കയ്യിലിരുന്ന കത്തികൊണ്ട് ആപ്പിളിന് പകരം വിരട് മുറിച്ച ചരിത്രം പഠിച്ചവരല്ലേ. ആ യൂസുഫ് നബിയുടെ സൗന്ദര്യമാണ് സ്വർഗത്തിൽ കിടക്കുന്ന ഓരോ സ്വർഗത്തിന്റെ അവകാശിക്കും അല്ലാഹു കൊടുക്കുന്നതെന്ന് നബിതങ്ങൾ പഠിപ്പിക്കുമ്പോ അവിടെ കഷ്ടപ്പാടില്ല, ദുരിതമില്ല, നിസ്കാരമില്ല, നോമ്പില്ല, ദിക്റില്ല, വഅലില്ല, സദഖയില്ല, പിരിവില്ല, ഒന്നുമില്ല. അവിടെ കഷ്ടപ്പാടില്ല, ദാരിദ്ര്യമില്ല, പട്ടിണിയില്ല. പടച്ചവനെ പെങ്ങളെ നിനക്ക് ഖിദ്മത്ത് ചെയ്യാൻ അതിലുണ്ട് മുന്തിരി തോട്ടവും റുമ്മാനും, രസമുള്ളതാ കദളിപ്പഴം തിന്നാനും, താരാട്ടു പാടാൻ തോഴിമാർ പലരുണ്ട്, കൈമുട്ടുവാൻ ചില ദാസിമാർ വരവുണ്ട്. മണിയില്ല റബ്ബേ വാങ്ങുവാനാ വീട്, കൊതിയുണ്ട് വല്ലാതെപ്പോഴും അതിനോട്. അതിലേക്കു നീ ഒരു പാസുതാമന്നാനേ, അതു നിന്റെ പക്കൽ മാത്രമാഹന്നാനേ. ഖിദ്മത്ത് ചെയ്യാൻ തോഴിമാര് പുറകിൽ നടക്കും പെങ്ങള്. അവിടെ അടുക്കളയില് ജോലി ചെയ്യണ്ട, അവിടെ കിടന്ന് വിയർക്കണ്ട, അവിടെ കിടന്ന് കഷ്ടപ്പെടണ്ട. സഹോദരാ, ഭാര്യയ്ക്ക് ചെലവിന് കൊടുക്കണ്ട. നേരം വെളുത്താൽ എഴുന്നേറ്റ് പണിക്ക് പോകണ്ട, കിളയ്ക്കേണ്ട, പൂട്ടേണ്ട, വെയിൽ കൊള്ളേണ്ട. നീ ഒരു കഷ്ടപ്പാടുമില്ല. എന്തെങ്കിലും ഒന്ന് തിന്നണമെന്ന് നീ ആഗ്രഹിച്ചാൽ നിന്റെ കണ്ണിന്റെ മുമ്പിലേക്ക് അത് കടന്നു വരികയാണ്. ഇങ്ങനെ ഒരു സ്വർഗമുണ്ടെന്ന് ബുദ്ധി കൂടിയ മക്കളോട് പറഞ്ഞ അവര് ചോദിക്കും, ഇത് സ്വപ്നലോകമാണോ ഉസ്താദേ? ഇതൊക്കെ വല്ലാത്ത തള്ളലല്ലേ ഉസ്താദേ? മോനെ, നരകമുണ്ടടാ. ആ നരകത്തിലെ ഒരു തൊപ്പി തലയിൽ വെച്ചാൽ പെണ്ണെ തലമറയ്ക്കാതെ നടക്കുന്ന പെണ്ണിന്റെ തലയിലേക്ക് നരകത്തിന്റെ ഒരു തൊപ്പി കൊണ്ടുവെക്കുമ്പോ നിന്റെ ശരീരം മുഴുവനും മുഖം മുഴുവനും ഉരുകി ഒലിക്കുമെന്ന് പറയുമ്പോ നരകത്തിലെ ഏറ്റവും വലിയ ശിക്ഷ ഒരു ചെരുപ്പ് ധരിക്കലാണ്. ആ ചെരുപ്പ് ധരിക്കുമ്പോ തലച്ചോറ് തിളച്ചിട്ട് മുഖത്തുകൂടെ ഒഴുകുമെന്ന് പറയുമ്പോ വിശ്വാസം വരാത്ത യുവത്വമേ, വല്ലാത്ത ഒരു കാലഘട്ടത്തിലൂടെയാ കടന്നു പോകുന്നത്. നമ്മുടെ മക്കളെ ഭയപ്പെടേണ്ടത് അവിടെയാ സഹോദരാ. ഈ സമുദായം പേടിക്കേണ്ടത് അവിടെയാണ്. പടച്ചവനെ, ദീനില്ലാതെ പോയാ ദുനിയാവും ആഖിറവും നഷ്ടപ്പെടുകയാണ്. അവരുടെ തലമുറകൾ പോലും തകർന്നു പോവുകയാണ്. അവർ അല്ലാഹുവിന്റെ ദീനിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്ന വലിയ വലിയ സംഘടനകൾ ഈ സമുദായത്തിനെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അല്ലാഹുവേ